ഒരു പെൺകുട്ടി ലോകത്തെ രക്ഷിക്കാനും അതേസമയം അത് നശിപ്പിക്കാനും ഒരേപോലെ കഴിയുന്ന ശക്തിയുള്ളവൾ. അവളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു ദൈവിക ശക്തിയോ അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായ ഒരു ശാപമോ? ഇതാണ് ജീൻ ഗ്രേയുടെ കഥ. ആരാണ് ഈ ജീൻ ഗ്രേ? ജീൻ ഗ്രേ മാർവൽ യൂണിവേഴ്സിലെ ഏറ്റവും പവർഫുള്ളായ മ്യൂട്ടൻസിൽ ഒന്നാണ്. എക്സ്മെൻ ടീമിന്റെ പ്രധാന അംഗം. ടെലിപതി ടെലികൈനസ് അവളുടെ പ്രധാന പവേഴ്സ് ആണ്. ചെറുപ്പത്തിൽ തന്നെ ജീനിന്റെ ശക്തി ആക്റ്റീവായി. പക്ഷേ അതിന്റെ തുടക്കം വളരെ ട്രാജിക് ആയിരുന്നു. ജീൻ കുട്ടിയായിരുന്നപ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു അപകടത്തിൽ മരിക്കുന്നു. ജീൻ ആണെങ്കിൽ അവളുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്യുന്നു. അതായത് അവളുടെ ഫ്രണ്ട് മരിക്കുന്ന നിമിഷം മുഴുവൻ ജീൻ അനുഭവിച്ചറിയുന്നു. ഇത് ജീനിനെ മെന്റലി ബ്രേക്ക് ചെയ്യുന്നു. അപ്പോഴാണ് പ്രൊഫസർ ചാൾസ് എക്സേവിയർ അവളെ കണ്ടെത്തുന്നത്. എക്സേവിയർ ജീനിന്റെ മൈൻഡ് സ്റ്റെബിലൈസ് ചെയ്ത് മെന്റലി ബ്ലോക്ക് വെച്ചു. കാരണം അവളുടെ ശക്തി അൺകൺട്രോളബിൾ ആയിരുന്നു. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ജീൻ തന്റെ യഥാർത്ഥ പൊട്ടൻഷ്യൽ പോലും അറിയാതെയാണ് വളരുന്നത്. ജീൻ ഗ്രേയെ സാധാരണ ഒരു മ്യൂട്ടന്റായി മാത്രം കാണാൻ പറ്റില്ല. കാരണം അവൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു കോസ്മിക് എൻറ്റിറ്റിയോടാണ്. എന്ന് വെച്ചാൽ ഫീനിക്സ് ഫോഴ്സ്. എന്താണ് ഈ ഫീനിക്സ് ഫോഴ്സ്? ഇതൊരു ഏൻഷ്യന്റ് ഗോഡ് ലൈക്ക് കോസ്മിക് പവർ ആണ്. ക്രിയേഷനും ഡിസ്ട്രക്ഷനും നിയന്ത്രിക്കുന്ന ഒരു എനർജി. ഒരു മിഷനിടെ ജീൻ ഈ ഫോഴ്സ് അബ്സോർബ് ചെയ്യുന്നു. അതോടെ അവൾ ആകെ മാറി. ആദ്യം ജീൻ ഈ പവർ നല്ലതിന് ഉപയോഗിച്ചു. അവൾ ലിറ്ററലി ഒരു സ്റ്റാർ പോലെ റീബോൺ ആയി. പക്ഷേ പവർ വളരെ അധികമായപ്പോൾ കൺട്രോൾ നഷ്ടപ്പെടുന്നു. അതോടെ ജീൻ ഗ്രാജ്വലി മാറി ഡാർക്ക് ഫീനിക്സ് ആയി. അവൾ ഒരു മുഴുവൻ സ്റ്റാർ സിസ്റ്റം തന്നെ ഡിസ്ട്രോയ് ചെയ്തു. അതായത് കോടിക്കണക്കിന് ജീവൻ അവളുടെ ആക്ഷൻ കൊണ്ട് ഇല്ലാതായി. ഇവിടെ ജീൻ ഒരു വില്ലനാണോ? അല്ല. കാരണം ഇത് അവളുടെ റിയൽ സെൽഫ് അല്ല. ഫീനിക്സ് ഫോഴ്സ് അവളെ ഓവർ പവർ ചെയ്തതുകൊണ്ടാണ്. ജീൻ ഗ്രേ ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ്. എന്നാൽ ഞാൻ ആരാണ്? ഞാൻ തന്നെയാണോ അല്ലെങ്കിൽ ഈ ശക്തിയാണോ എന്നെ നിയന്ത്രിക്കുന്നത്? അവൾ ഒരു ഹീറോ ആണോ വില്ലനാണോ എന്നതിന് ഒരു സിമ്പിൾ ആൻസർ ഇല്ല. അവളുടെ ജീവൻ മുഴുവൻ ഒരു സ്ട്രഗിൾ ആണ്. സ്വന്തം പവറിനെ നിയന്ത്രിക്കാനോ മറ്റുള്ളവരെ രക്ഷിക്കാനോ അതേസമയം താൻ തന്നെ ഭയപ്പെടണോ? ജീനിന്റെ പവേഴ്സ് ടെലിപ്പതി, ഒരേ സമയം 1000 കണക്കിന് മൈൻഡ്സ് കൺട്രോൾ ചെയ്യാം. ടെലികൈനസ്, ബിൽഡിംഗ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാം. ഫിനിക്സ് പവർ, റിയാലിറ്റി തന്നെ റീറൈറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ലെവൽ. മാർവൽ യൂണിവേഴ്സിൽ തോർ, ഹൾക്ക് പോലുള്ളവരിൽ നിന്നും പവർഫുൾ ആണ്. പക്ഷേ ജീൻ ഗ്രേയുടെ ഫിനിക്സ് ഫോഴ്സ് ലിറ്ററലി കോസ്മിക് ലെവലാണ്. ജീൻ ഗ്രേയുടെ സ്റ്റോറിയിൽ റൊമാൻസും ഇമോഷനും പ്രാധാന്യമുണ്ട്. സൈക്ലോപ്സ് അവളുടെ ട്രൂ ലവ് ആണ്. വോൾവറിൻ അവളോട് ഡീപ് ഫീലിംഗ് ഉള്ള മറ്റൊരു ക്യാരക്ടർ. ഈ ലവ് ട്രയാങ്കിൾ ജീനിന്റെ ഇമോഷൻ സൈഡ് കൂടുതൽ റിയൽ ആക്കുന്നു. ഫിനിക്സിന്റെ സിമ്പിൾ തന്നെ ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. ജീൻ പലതവണ മരിക്കുകയും വീണ്ടും ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ തവണയും അവൾ ശക്തിയായി മടങ്ങി വരും. പക്ഷെ കൂടെ പുതിയ കോൺഫ്ലിക്ട്സും ഉണ്ടാവും. ജീൻ ഗ്രേ ഒരു സൂപ്പർ ഹീറോ മാത്രമല്ല, അവൾ പവറിന്റെയും റെസ്പോൺസിബിലിറ്റിയെയും കുറിച്ചുള്ള ഒരു സിമ്പിൾ ആണ്. ഒരാളുടെ ഉള്ളിലെ ഡാർക്ക്നെസ്സിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടതിന്റെ കഥയാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഈവൻ ദ സ്ട്രോങ്ങസ്റ്റ് പീപ്പിൾ ക്യാൻ ലൂസ് കൺട്രോൾ. ജീൻ ഗ്രേ നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ ശക്തി ലോകത്തെ മാറ്റാനുള്ളതല്ല, സ്വന്തം ഉള്ളിലെ ഇരുട്ടിനെ ജയിക്കാനുള്ളതാണ്. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.